ഞാൻ ഡോക്ടർ MP മണി. ഞാൻ 1968 ആയുർവേദ കോളേജ് ചേരുന്നത്. ഷൊർണൂരിലെ KA സമാജം ആയുർവേദ കോളേജിലായിരുന്നു വിദ്യാഭ്യാസം. 1969 ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ അംഗമായി. അപ്പോൾ അവിടെ വന്നൊരു മാറ്റം, അവിടെ നിന്ന് അങ്ങോട്ട് അതിപ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ, അതിപ്രഗത്ഭർ പല വിഷയങ്ങളിലും, അതിനിടയിൽ സാഹിത്യകാരന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുമായിട്ടായിരുന്നു നിരന്തരം ചർച്ചകളും യാത്രകളും എല്ലാം, സെമിനാറുകളും. ആ ചർച്ചകളിൽ അലോപ്പതി ഡോക്ടർമാരുണ്ടായിരുന്നു, ശാസ്ത്രകാരന്മാരുണ്ടായിരുന്നു, കോളേജിലെ ശാസ്ത്ര അധ്യാപകരുണ്ടായിരുന്നു. ഇവരൊക്കെയുള്ള ചർച്ചകളിൽ അന്ന് പലരും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആയുർവേദം ശാസ്ത്രമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ പല ഭാഗത്തും ആയുർവേദം ശാസ്ത്രമല്ല, കപടശാസ്ത്രമാണ് എന്ന് വരെ കേൾക്കുന്നുണ്ടെങ്കിൽ അന്ന് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആയുർവേദത്തെ ശാസ്ത്രമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്, ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞത്. അതിനവർ പറയുന്ന ഒരു കാരണമുണ്ട്. അതായത് പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ട അറിവുകളാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യം, അടിസ്ഥാന സിദ്ധാന്തങ്ങളടക്കം തെളിയിക്കപ്പെട്ടവയല്ല, പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടവയല്ല. എല്ലാം അനുമാനങ്ങളാണ്. വാദം, പിത്തം, കഫം, അടിസ്ഥാന തത്വങ്ങളതാണ്. പക്ഷേ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല പരീക്ഷണസിദ്ധമായിട്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ശാസ്ത്രമല്ല എന്ന് ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശാസ്ത്രമാണെന്ന് പറയാൻ പ്രയാസമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരുപാട് ചർച്ചകളിൽ ഇതുപോലെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, പലരും പറയുന്നത് ആയുർവേദം ശാസ്ത്രമല്ല, കപടശാസ്ത്രമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പരിഷത്തിലെ ഒരു ഭൗതികാചാര്യൻ ഈ വിഷയത്തിൽ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, നമുക്ക് പരീക്ഷണസിദ്ധമായി തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, തെളിയിക്കാവുന്നതാണ്. കാരണം അതിന് മാത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നമുക്കുണ്ട്. ഓരോ മരുന്നിൻ്റെയും ഫലപ്രാപ്തി അത് എങ്ങനെയാണെന്ന് തെളിയിക്കാൻ സാധിക്കും. പക്ഷേ ആരും മെനക്കെടുന്നില്ല. അപ്പോൾ അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ആയുർവേദക്കാരനെ കിട്ടണ്ടേ എന്നായിരുന്നു ആ ചോദ്യം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, നമുക്ക് ഈ ആധുനിക വൈദ്യശാസ്ത്രമല്ലാത്ത സമാന്തര വൈദ്യശാസ്ത്രങ്ങൾ, ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യോഗ, ഇതിനെല്ലാം മുന്നേറ്റത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് നമുക്ക് സർക്കാർ തലത്തിലൊരു പ്രസ്ഥാനമുണ്ട്. അതാണ് ആയുഷ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ 25-26 കാലത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയപ്പോൾ 3992.90 കോടി രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് ബഡ്ജറ്റ്. ഇത് ഇത്രയും വലിയ ശതകോടികൾ, ഇത് ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഇത്രയും കാലം ഇവിടെ ഇതുപോലെ ശതകോടികൾ ചെലവാക്കിയിട്ട് ആയുർവേദത്തിനോ അല്ലെങ്കിൽ ഈ ചികിത്സകളിലോ എന്തെങ്കിലും ഒരു മാറ്റമോ ഒരു മുന്നേറ്റമോ ഒരു പുതിയ അറിവുകളോ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതൊന്ന് അന്വേഷിക്കേണ്ട ഘടകമാണ്. കാരണം ഈ ഗവേഷണം നടത്തുക എന്നുള്ളതിന് അതിനൊരു വലിയ യൂണിവേഴ്സിറ്റിയോ വലിയ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ ആശുപത്രികളാണ് രോഗികളായ കൂടുതൽ വരാറുള്ളത്. ഇവിടെയാണ് പഠനങ്ങൾ നടക്കേണ്ടത്. അതിന് നമുക്ക് ഇത്ര വലിയ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല. മാത്രമല്ല, ഇത്ര ശതകോടികൾ ചെലവാക്കിയിട്ട് ഇന്ന് വരെ ഇവിടെ ഒരുപാട് വലിയ തുക, വൻ ശമ്പളം വാങ്ങി സുഖമായി ജീവിച്ച ഉദ്യോഗസ്ഥർ, ഗവേഷണ ഉദ്യോഗസ്ഥർ, ഇവർ ഈ രാഷ്ട്രത്തിനോ ആയുർവേദത്തിനോ പ്രയോജനകരമായ രീതിയിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് കൊടുത്തിട്ടുണ്ടോ എന്നൊരു അന്വേഷണമെങ്കിലും നടത്തേണ്ടതാണ്. ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇതുപോലെ കുറേ പേര് വാങ്ങി തന്ന് സുഖമായി ജീവിക്കുന്നത്. ഇതൊരു നല്ല പ്രവണതയല്ല. നമ്മൾ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഓരോ ഡോക്ടർക്കും ചെയ്യാവുന്നതാണ്. ഓരോ ഡോക്ടറുടെ വീട്ടിലും വരുന്ന, അല്ലെങ്കിൽ ആശുപത്രിയിലും വരുന്ന രോഗികൾ, അവരുടെ രോഗലക്ഷണങ്ങൾ, പരിശോധനാ ഫലങ്ങൾ, ഈ ഓരോ ചികിത്സ ചെയ്യുമ്പോഴും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഈ പരിശോധനകൾ നടത്തുകയും അതിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കുകയും ചെയ്താൽ പുതിയ അറിവുകൾ കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല. വിദേശത്തുനിന്നാണെങ്കിലോ ഒരുപാട് അറിവുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സന്ധിവാത രോഗങ്ങളിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അത്ഭുതം തോന്നും. അതായത് ഈ
പാരമ്പര്യമായി സന്ധിവാത രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ രക്തപരിശോധനയിൽ തെളിവുണ്ടായിട്ടും ഒരുപാട് പേരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. അവിടെയാണ് അവർ പറഞ്ഞത് അവർക്ക് മാനസിക സംഘർഷമില്ലായിരുന്നു. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഇതുപോലെ നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോഴും ഒരു രോഗം അതിനൊരു മരുന്ന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് കൊണ്ടുപോകാറുള്ളത്. അത് ശരിയല്ല. അതായത് ഒരു രോഗവുമായിട്ട് വരുന്ന വ്യക്തി, ഈ ചികിത്സ എന്ന് പറയുന്നത് ഒരിക്കലും രോഗത്തിനാകരുത്, രോഗവുമായി വരുന്ന വ്യക്തിക്കായിരിക്കും. അയാൾക്ക് അയാളുടെ ഒരു വ്യക്തി മാത്രമല്ല, ഒരു ശരീരം മാത്രമല്ല, അയാൾക്കൊരു മനസ്സുണ്ട്, അയാൾക്ക് കുറേ ചിന്തകളുണ്ട്, അയാളുടെ ശരീരത്തിലൊരു രസതന്ത്രമുണ്ട്. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം നമ്മൾ രോഗം നിർണ്ണയിക്കാൻ. അതോടൊപ്പം പറയാറുള്ള വേറൊരു യാഥാർത്ഥ്യം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പുതിയ അറിവുകൾ അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ പുതിയ അറിവുകൾ പലതും നമ്മളെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും രസകരമായ കാര്യം ഇതൊക്കെ ആയുർവേദ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളവയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം. അതായത് ഈ ഇപ്പം ഒരു കാലം, ഈ അടുത്തൊരു കാലം വരെ ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മനസ്സിന് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. ഈ രോഗമായിട്ട് ഒരാൾ വരുമ്പോൾ ആ രോഗത്തിനുള്ള മരുന്ന് നിർദ്ദേശിക്കാൻ അപ്പുറം കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മാനസിക സംഘർഷ രോഗങ്ങൾ ഉണ്ടാക്കുമെന്നും മാനസിക സംഘർഷ അല്ലെങ്കിൽ അത്തരം രോഗങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സ് രോഗമുണ്ടാകുന്നതിനും രോഗം ശമിപ്പിക്കുന്നതിനും പ്രധാന ഘടകമാണെന്ന് ഇപ്പോൾ തെളിവുണ്ട്. അതായത് രോഗിയുടെ മനസ്സ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകളുടെ നില ഉയരുന്നുണ്ട്. അതാണ് ഞാൻ പരീക്ഷണസിദ്ധമായ തെളിവുകളെന്ന് പറഞ്ഞത്. ആയുർവേദത്തിൽ അത് നേരെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയുർവേദത്തിൽ. അതായത് ഈ എല്ലാ രോഗങ്ങളുടെയും ആരംഭം ജ്വരം എന്ന് വെച്ചാൽ ജ്വരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആയുർവേദ കോളേജിലെ അടിസ്ഥാന ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയത്തിൽ ഈ ജ്വരാദി രോഗം എന്നല്ല പറയുന്നത്, രാഗാദി രോഗം എന്നാണ് പറയുന്നത്. രാഗാദികളായ രോഗങ്ങൾ എന്ന് വെച്ചാൽ രാഗദ്വേഷ ഭയ മത മാത്സര്യങ്ങളാണ് ഈ രാഗാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നെഗറ്റീവ് എമോഷൻസാണ്. അത് രോഗമുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നെ നമ്മളിപ്പോൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കുന്നുണ്ട് ഈ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അത് നമ്മൾ ചോദിക്കാറില്ല. അപ്പോൾ പുതിയ അറിവുകളനുസരിച്ച് പറയുന്നത് നെഗറ്റീവ് ഹോർമോണുകളുടെ നില ഉയർന്നാൽ മരുന്നുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചണ്ഡം ശോകാതുരം ഭീരം, ശോകാതുരായ ഭീരുക്കളായ രോഗികൾക്ക് മരുന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ചികിത്സ ഫലപ്രദമാകാൻ പ്രയാസമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനേക്കാളൊക്കെ രസകരമായൊരു കഥയുള്ളത് കുറച്ചുകൂടി കൊല്ലം മുമ്പ്, എനിക്ക് 2002 ഓർമ്മ. അന്ന് വിദേശത്ത് ഇതുപോലൊരു അതിഗംഭീരമായൊരു പഠനത്തിൻ്റെ ഫലം വന്നു. ഈ ഹൃദയാഘാതവും പക്ഷാഘാതവും തിരിച്ചറിയുക, മുന്നറിയിപ്പുകളായി ശരീരം തരുന്ന ചില ലക്ഷണങ്ങൾ. അത് ഇംഗ്ലീഷിൽ വളരെ ലളിതമായി അത് ചുരുക്കി പറഞ്ഞത് ലെഗ് പെയിൻ ആൻഡ് ക്രാംപ്സ് എന്നാണ്. കാലുകളിൽ വേദനയും രാത്രി മസിൽ കൊച്ചു വരും, ഉരുണ്ടുകയറ്റം. ഇത് ആയുർവേദത്തിൽ അഷ്ടാംഗഹൃദയത്തിലെ വാദശോണിതം എന്ന് പറഞ്ഞൊരു അധ്യായം അതിൽ 18ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഈ താരതമ്യപ്പെടുത്തിയൊരു ചർച്ചകളോ അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് അത് പ്രയോജനപ്പെടുത്താനോ കൂട്ടായ ചർച്ചകളോ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ആയുർവേദം ശാസ്ത്രമല്ല എന്ന് മാത്രമല്ല, അത് കപടശാസ്ത്രമാണ്, ഇത് വൃക്കകളെയും കരളിനെയും നശിപ്പിക്കുന്നതാണ് എന്ന് പല ഭാഗത്തു നിന്നും ഇതിന് പ്രചാരം കൊടുക്കുന്നുണ്ട് പലരും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കൃത്യമായി ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പഠിക്കുകയും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. കാരണം ജനങ്ങൾ ഏറെക്കുറെ ആശയക്കുഴപ്പത്തിലാണിപ്പം. ഞാൻ പണ്ട് ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിന്ന് ഒരു മാനസിക രോഗങ്ങളെക്കുറിച്ച് ഒരു ചെറിയ സെമിനാർ വെച്ചു. ഈ സെമിനാറിൽ ആയുർവേദ ഡോക്ടർ, അലോപ്പതി ഡോക്ടർ, ഹോമിയോപ്പതി ഡോക്ടർ 3 പേരുണ്ടായിരുന്നു. ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ അലോപ്പതി ഡോക്ടറും ആയുർവേദ ഡോക്ടറും കൂടി പ്രശ്നമായി. ഇവർ ആശയക്കുഴപ്പത്തിലായി, ജനം അതിലേറെ ആശയം. അപ്പോൾ അത് ഞങ്ങൾ കുട്ടികൾ മാത്രമല്ല, അവിടെ കോളേജ് ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികളും അവരുടെ കൂട്ടിയിരിപ്പുകാരും പൊതുജനങ്ങളും ഉണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയായി.
അപ്പോൾ അതിൽ രസകരമെന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർ ഒരു നായരും അലോപ്പതി ഡോക്ടർ ഒരു നമ്പൂതിരിയായിരുന്നു. അപ്പം നമ്പൂതിരി ആകെ വിഷമത്തിലായി, നായർ ഡോക്ടർ ജനങ്ങൾ അതിലേറെ വിഷമത്തിലായി. അപ്പം നമ്പൂതിരി ഡോക്ടർ പെട്ടെന്ന് മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു കഥ പറയാം, അതാണ് ഇപ്പം ഏറ്റവും ഇതൊരു ഉചിതമായതെന്ന് പറഞ്ഞു. അദ്ദേഹം കഥ പറയാൻ ആരംഭിച്ചു. അദ്ദേഹം കഥ തുടങ്ങിയത് ഇങ്ങനെയാണ്. പണ്ട് ഒരു നായരും നമ്പൂതിരി കൂടി അടികൂടി. നായർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, നമ്പൂതിരി എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ഈ നമ്പൂതിരി അവസാനം ഉത്തരം മുട്ടി. അപ്പം നമ്പൂതിരി പറഞ്ഞു, അത്ര ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താൻ പുണ്യം ആവശ്യമായിട്ട് വരുമ്പോൾ വരുമല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ നമ്മൾ വൈദ്യശാസ്ത്ര രംഗത്ത് പോലും അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രതിനിധി മറുപടി പറയുമ്പോൾ ഈ നന്ദി പ്രകടനത്തിൽ പറഞ്ഞത്, ഈ ആയുർവേദക്കാർക്ക് അലോപ്പതിക്കാരോട് അസൂയുണ്ടെന്നോ അലോപ്പതിക്കാർക്ക് ആയുർവേദക്കാരോട് അവഗണനയുണ്ടെന്നോ ഇതൊന്നും പൊതുജനങ്ങൾക്ക് അറിയണ്ട. പൊതുജനങ്ങൾക്ക് വേണ്ടത് അസുഖം വരുമ്പോൾ അവർക്ക് അസുഖം മാറണം. ആ അസുഖം മാറുന്ന പ്രക്രിയ ശാസ്ത്രീയമായിട്ടായിരിക്കണം, ഏറ്റവും പുതിയ അറിവുകൾ അനുസരിച്ചായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചികിത്സാ രംഗത്ത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഗവേഷണങ്ങളോ പുതിയ പഠനങ്ങളോ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരമൊരു വേണ്ടാത്ത രീതിയിൽ ചർച്ചകളും പരദോഷങ്ങളും വെല്ലുവിളികളൊക്കെ നടക്കുന്നു. അത് നല്ലതല്ല. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഈ രംഗത്ത് പുതിയ അറിവുകൾ കഴിയുന്നത്ര പഠിക്കണം. അതാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് പറയാണ് ഇതിപ്പോൾ ഉദ്ദേശിച്ചത്.